റിട്ടയർഡ് ബ്രിഗേഡിയർ ഡോക്ടർ മോഹനൻ പിള്ള പ്രതിരോധ വിദഗ്ധൻ നമുക്കൊപ്പം ചേരുകയാണ്. ഡോക്ടർ മോഹനൻ പിള്ള, ഇന്ന് ഇതുവരെയുള്ള പ്രതികരണങ്ങളൊക്കെ അങ്ങ് കണ്ടു കാണുമല്ലോ. ഇന്ന് പുലർച്ചെയാണ് നമ്മുടെ സൈന്യം രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ ഭീകര പ്രഭവ കേന്ദ്രങ്ങളിൽ ഭീകരതയെ ഇങ്ങോട്ടേക്ക് ലോഞ്ച് ചെയ്യുന്ന ലോഞ്ച് പാഡ്സിൽ പോയി ആക്രമണം നടത്തി തിരിച്ചു വന്നത്. ആ ആക്രമണത്തെക്കുറിച്ച് വിശദീകരിച്ചത് എന്താണ് രാജ്യത്തിന് സ്ത്രീ ശക്തി എന്ന് കാട്ടിക്കൊടുത്തുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിട്ടുകൊണ്ട് എല്ലാ തരത്തിലും കുറ്റമറ്റ ഒരു ഓപ്പറേഷൻ അല്ലേ രാജ്യം സാക്ഷ്യം വഹിച്ചത് ഡോക്ടർ മോഹൻ പിള്ളை? തീർച്ചയായിട്ടും അത് എല്ലാ രീതിയിലും ഒരു റോൾ മോഡൽ എന്നുള്ള രീതിയിലാണ് നമ്മളുടെ ഇന്നത്തെ ഈ അഗ്രഷൻ അല്ല, ഈ റിട്ടാലിയേഷൻ അഗൻസ്റ്റ് ദ ടെററിസ്റ്റ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഇതിനകത്ത് ഇന്ന് വളരെ തമാശയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു. ടെററിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ പറഞ്ഞു സേനയ്ക്ക് ഫ്രീ ഹാൻഡ് കൊടുത്തു, യുദ്ധം തുടങ്ങി. ഇയാളിത് ആദ്യം മുതൽ തന്നെ പറയാൻ തുടങ്ങിയതാണ്, ഒരാഴ്ച മുമ്പേ പറഞ്ഞതാണ്. സിന്ധു നദിയുടെ വെള്ളം ബ്ലോക്ക് ചെയ്തപ്പോൾ തന്നെ ആ സംഭവം പറഞ്ഞതാണ്. കാര്യം വാർ ഓൾറെഡി സ്റ്റാർട്ടഡ് എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് അതിലൊന്നും ഒരു കാര്യമില്ല. ഇദ്ദേഹം പറഞ്ഞാൽ സേനയൊട്ട് അനുസരിക്കാൻ പോകുന്നതുമില്ല. സേന അവിടെ ഗവൺമെൻറ്റിന് എബോവാണ്. ഇവിടെയാണെങ്കിൽ നമുക്കറിയാം ഗവൺമെൻറ് കൺട്രോളിലാണ്. ഗവൺമെൻറ് പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കുന്ന ഒരു റോൾ മോഡൽ സേനയാണ്, ലോകത്തിന് മാതൃകയാണ് ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സസ് എന്നുള്ളത്. അപ്പം ആ ഒരു ആംഗിളിൽ നോക്കുമ്പോൾ ഇവർ വളരെ പരസ്പര വിരുദ്ധമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ തന്നെ നമുക്കറിയാം ഇവർക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. അവിടെ ആകെപ്പാടെ ഒരു അട്ടർ കൺഫ്യൂഷൻ പ്രിവെയിലിംഗ് ആണ്. കാര്യം അവിടെ പറയുന്നു, ഒരു സമയത്ത് വിരളി കൊണ്ട് പറയുന്നു നിങ്ങളങ്ങ് നിർത്തി ഞങ്ങളും നിർത്തിയേക്കാമെന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു അർത്ഥം എന്ന് ആലോചിച്ചു. വേറൊരു സമയത്ത് പറയുന്നു ഒരു ശക്തമായ തിരിച്ചടിക്ക് തയ്യാറാണെന്ന്. വേറൊരു സമയത്ത് പറയുന്നു ചൈനയോട് ചെന്ന് പറയുന്നു സിവിലിയൻസിനെ എല്ലാം അവർ അറ്റാക്ക് ചെയ്തു, നിങ്ങൾ ദയവ് ചെയ്ത് ഇടപെടണമെന്ന് പറയുന്നു. ഇവർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് ഒരു കച്ചിത്തുരുമ്പ് പോലും ആസ് ഓഫ് നോ കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ വെറിളി പൂണ്ട് മിസ്ഗൈഡഡ് നിൽക്കുന്ന ഒരു പ്രത്യേക അവസ്ഥ. ആ അവസ്ഥ ശരിക്കും പരിതാപകരമാണ്. പക്ഷേ ഈ അവസ്ഥയെയാണ് ഭാരതം അല്ലെങ്കിൽ ഇന്ത്യ സസൂക്ഷ്മം കൈകാര്യം ചെയ്യേണ്ടത്. ഈ വെറിളി പൂണ്ടിരിക്കുന്ന ഇവർക്ക് നീതിയും ന്യായവും ഒന്നുമില്ലാതെ എന്തും കാണിക്കാൻ മടിയില്ലാത്ത ഒരു ആറ്റിറ്റ്യൂഡായിട്ട് വരും. അതുകൊണ്ട് ഞാൻ വിഷ്വലൈസ് ചെയ്യുന്ന നെക്സ്റ്റ് 24 or 72 hours ബേസിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഷോർട്ട് ടൈമിലുള്ള ഒരു അറ്റാക്കാണ് അവർ ചെയ്യുകയുള്ളൂ സാധാരണഗതിയിൽ. ലോങ് ടൈമിൽ പ്രിവെയിൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും അവർക്കില്ല. അപ്പോൾ ഈ ഷോർട്ട് ടൈമിൽ മാക്സിമം ഡാമേജ് ഇന്ത്യക്ക് തരിക എന്നുള്ള ഒരു രീതിയിൽ അവർ അറ്റാക്കിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. പിന്നെ സുജ, ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് പറയുന്നത്, ഇപ്പോൾ ഒരു ഇവിടെ നമ്മൾ കണ്ടത് പുതിയൊരു വാർ ടെർമിനോളജി ഇവോൾവ് ചെയ്തു വന്നു. അതിപ്പം അറിയില്ല. എനിവേ ഐ ആം കോളിങ് ഇറ്റ് ആസ് എ ഹൈബ്രിഡ് വാർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു ഹൈബ്രിഡ് വാറാണ്. കാര്യം ടെററിസ്ഥാൻ എഗനിസ്റ്റായിട്ട് വി ഫോട്ട് ഇൻഫാക്റ്റ് ഹൈബ്രിഡ് വാർ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു കൺവെൻഷണൽ വാറിലാണ് തുടങ്ങിയത്, അല്ലെങ്കിൽ ആ സിസ്റ്റം തന്നെയാണ് ബോർഡർ സെക്യൂർ ചെയ്യുന്നു, അതേ വാറിൻ്റെ അതേ മൊഡാലിറ്റീസ് എല്ലാം ഫോളോ ചെയ്യുന്നു. ബട്ട് എൻഡ് അറ്റാക്ക് എന്ന് പറയുന്നത് ദ ലേറ്റസ്റ്റ് ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ഡ്രോൺ ആൻഡ് അതർ തിങ്. ദാറ്റ്സ് വാട്ട് ഐ കോൾ ഇറ്റ് ആസ് എ ഹൈബ്രിഡ് വാർ എന്ന് വി ക്യാൻ സീ. അപ്പം ഇതിനകത്തിപ്പം ഞാൻ കാണുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ഓപ്ഷൻ അവർക്കുണ്ട്. അവർ ഫ്രീ ആയിട്ട് അങ്ങ് സറണ്ടർ ചെയ്യലോ ഒക്കെ ഞങ്ങൾ സഹകരിക്കാമെന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഒരു ഇൻ്റർനാഷണൽ ഫോറത്തിൽ ഇന്ത്യയെ കൂടി ഒരു നെഗോഷിയേഷൻ ടേബിളിലോട്ട് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം അവർ നടത്തും. അത് ഒരു കാരണവശാലും നമ്മൾ അംഗീകരിക്കരുത്. നെഗോഷിയേഷൻ ഈസ് ഓക്കെ, ബട്ട് നെഗോഷിയേഷൻ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഡിപ്പെൻഡ്സ്. അതായത് താഷ്കന്റ് അഗ്രിമെൻ്റ് മാതിരിയൊന്നുമുള്ള വിഡ്ഢിത്തരങ്ങളൊന്നും ഇന്ത്യ കാണിക്കും എന്നെനിക്ക് തോന്നുന്നില്ല ഇനിയും. അപ്പം തീർച്ചയായിട്ടും ആ ഒരു ആംഗിളിൽ അവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടാമത് അവർ പറയാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇതുവരെ ഒരു കാഷ്വാലിറ്റി റേറ്റ് എത്രയുണ്ട് എന്നവർ ഓണപ്പ് ചെയ്തിട്ടില്ല. എത്ര പേരെ, 12, ചിലപ്പോൾ പറയും 30, സം മീഡിയാസ് ആർ സേയിങ് 70. വി ഡോണ്ട് നോ എക്സാക്ട്ലി. നമ്മൾ വളരെ മെച്യൂറായിട്ട് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു നമ്മളൊരു അഗ്രഷനുമില്ല. നമ്മളെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം കാണിച്ചതിന് ശേഷമാണ് പറഞ്ഞത് ഞങ്ങൾ ഇതിനെല്ലാം വിക്ടിമാണ്, 10 വർഷത്തോളമായിട്ട് ഈ അനുഭവിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെയുള്ള ഉത്തരവാദി ഈ ടെററിസ്റ്റുകളാണ്. ഈ ടെററിസ്റ്റുകളെ ഞങ്ങൾ എയിം ചെയ്തു, നോട്ട് ദ സിവിലിയൻസ് ഓർ നോട്ട് ദ റെഗുലർ ആർമി.
എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് മാത്രം കൊടുത്തു, നത്തിങ് എൽസ്. ഇനിയും ഞാൻ കൂടുതൽ ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ പ്രശ്നം ഔട്ട് ഓഫ് കൺട്രോളിലായാലും യു പീപ്പിൾ ആർ റെസ്പോൺസിബിൾ. ഞങ്ങൾ വീണ്ടും ഒരു ഡോക്ടർ മോഹനൻ പിള്ളെ, അങ്ങേക്ക് ഈ സൈന്യത്തിന്റെ നീക്കങ്ങൾ അതേക്കുറിച്ച് അങ്ങേക്ക് നേരിട്ട് നന്നായി അറിയാവുന്ന ആൾ കൂടിയാണല്ലോ. ഇതിപ്പോൾ ഒരു പ്രിസിഷൻ സ്ട്രൈക്കാണ്. ഇതൊരു സൂചനയായി വേണമല്ലോ നമ്മൾ കാണാൻ. ഈ സൂചന കണ്ട് പാകിസ്ഥാൻ പഠിച്ചില്ലെങ്കിൽ വീണ്ടും ഇങ്ങോട്ടേക്ക് ആക്രമണത്തിന് വന്നാൽ, ഇപ്പോൾ അവരെടുത്തിരിക്കുന്ന തീരുമാനം, പാകിസ്ഥാനിലെ ഉന്നതതല യോഗങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അവരുടെ പ്രധാനമന്ത്രി അടക്കം ചെയർ ചെയ്യുന്ന യോഗങ്ങൾ നടക്കുന്നു, അതിൽ ഇന്ത്യക്ക് മറുപടി കൊടുക്കണം എന്ന മസൂദ് അസറിന്റെ ആവശ്യം നടപ്പാക്കാനായി അവർ വന്നാൽ ഈ സാമ്പിൾ ആയിരിക്കില്ല, ശരിക്കുമുള്ള വെടിക്കെട്ടായിരിക്കും ഇനി കാത്തിരിക്കുക എന്നത് ഉറപ്പല്ലേ? അത് 100% അത് വളരെ ക്ലിയർ ആണല്ലോ. കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജിഹാദി ജനറൽ അവിടെ ഒറ്റപ്പെടുന്ന ഒരു സിറ്റുവേഷനും, ഈ ജിഹാദി ജനറലിൻ്റെ റൈറ്റ് ഹാൻഡ് ആണല്ലോ ടെററിസ്റ്റ് ക്യാമ്പിൽ ടെററിസ്റ്റിൻ്റെ ഫാമിലിയും എന്നൊക്കെ പറയുന്നത്. അവർക്ക് ഹെവി കാഷ്വാലിറ്റി വന്നപ്പോൾ ഈ ജിഹാദി ജനറലിന് ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജിഹാദി ജനറലിനെ അവിടെ കോർണർ ചെയ്യും. അപ്പം അത്രയും എഫക്റ്റീവായിട്ടുള്ള ഒരു ഗവൺമെൻറ് അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് സംശയം. ഹൂ വിൽ ക്വസ്റ്റ്യൻ ദിസ് ജിഹാദി ജനറൽ? അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഈ ഹെവി ഹൈ ലെവൽ മീറ്റിങ്ങിൽ അവിടെ ഇൻറ്റേർണലി നടക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ രണ്ട് അഭിപ്രായം അവിടെ ഉരുത്തിരിഞ്ഞു വരും. അൺലൈക്ക് ഇന്ത്യ, അതായത് ഫുൾ ഫ്ലഡ്ജ് ഓൾ ഔട്ട് നമ്മൾ ഇന്ത്യയെ ഒരു പാഠം പഠിപ്പിക്കണമെന്നുള്ള ഒരു തീരുമാനവും വേണ്ട, നമ്മുടെ ആൾക്കാരെ ഒന്നും ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി എതിരാണ്, ഇപ്പം നമ്മൾ ഡീസൻ്റായിട്ട് കൊണ്ടത് മേടിച്ച് ഒന്നും പറയാതെ സറണ്ടർ ചെയ്യുന്ന രീതിയിൽ പോകുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്ന ഒരു ടീമും ഉണ്ട്. കാര്യം ടെററിസ്ഥാൻ ഇനിയും ഒരു ഡാമേജ് സ്വീകരിക്കാൻ പറ്റില്ല, അംഗീകരിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ്. പക്ഷേ ഞാൻ അതാണ് വീണ്ടും പറഞ്ഞത്, ഇവിടെ അവർ ഇന്നലെ മുതൽ ഈ ഷെല്ലിംഗ് ആണ്, ടോട്ടൽ ഷെല്ലിംഗ് ആണ്. ആൻഡ് കാഷ്വാലിറ്റി നമ്മുടെ സൈഡിലും ഉണ്ട്, ഇല്ല എന്ന് ഞാനത് എപ്പോഴും പറയുന്നുണ്ട്. കാൽക്കുലേറ്റഡ് റിസ്ക് എല്ലായ്പ്പോഴും ഉണ്ടാവും. ഈ കാൽക്കുലേറ്റഡ് റിസ്ക് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ആ ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട്. പക്ഷേ അവർ ഇനിയും ഇന്ന് ടുഡേ നൈറ്റ് ഓർ ടുമാറോ ഓർ ഡേ ആഫ്റ്റർ മേ ബി അത്രയുമാണ് ഞാൻ മാക്സിമം നോക്കുന്നത്. അതിനോടകം അവർ മിസൈൽ ലോഞ്ചിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും ചെയ്തെങ്കിൽ മാത്രമേ അവിടുത്തെ ലോക്കൽ സപ്പോർട്ട് അല്ലെങ്കിൽ ജനങ്ങളുടെ വികാരം, അവിടുത്തെ ദേശീയത അതൊന്ന് പിടിച്ചു നിർത്താൻ, അവിടുത്തെ ഒരു ജനങ്ങളോടൊരു മറുപടി പറയുവാനുള്ള ഒരു അവസരം അവരത് വിനിയോഗിക്കും. അത് വിനിയോഗിച്ചെങ്കിൽ മാത്രമേ അവർക്ക് ആ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം ഇതിനകത്ത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബിലൈസ് ചെയ്തിരിക്കുകയാണ്. ടോട്ടൽ മൊബിലൈസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, എല്ലായ്പ്പോഴും നമ്മൾ പറയുന്ന പോലെ പൂഞ്ച് രജൗരിയിലാണ് മാക്സിമം ഇൻസിഡൻറ്റ് നടക്കുന്നത്. അതാണല്ലോ ഒക്കുപ്പൈഡ് കാശ്മീരിൻ്റെ സൈഡിലുള്ളത്. നമുക്കുള്ള ഡിസഡ്വാൻറ്റേജും അല്ലെങ്കിൽ അവർക്കുള്ള അഡ്വാൻറ്റേജും അവർക്ക് ഹൈറ്റ്സ് കൂടുതലുള്ള സ്ഥലവും അങ്ങനെയുള്ള ആ ഒരു പൂഞ്ച് രജൗരി അഖ്നൂർ സെക്ടറിലാണ്. അഖ്നൂർ ജമ്മു അല്ലെങ്കിൽ സാമ്പ, ഇങ്ങനെ ആർഎസ്പുര എന്ന് പറയുന്നത് ഹെഡാണ് സിയാൽകോട്ട് എന്ന് പറയുന്നത്. ജമ്മുന്ന് സ്ട്രേറ്റ് പോയ ആർഎസ്പുര, രഞ്ജിത് പണ്ടത്തെ ഹൈവേ ആണ്. ആ ഹൈവേയിൽ രഞ്ജിത് സിംഗ്പുര കഴിഞ്ഞാൽ നേരെ ചെല്ലുന്നത് സിയാൽകോട്ടിലോട്ടാണ്. അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു ആംഗിൾ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വളരെ ശ്രദ്ധയോടെ സസൂക്ഷ്മം ഇരിക്കണം എന്നുള്ള രീതിയിലാണ്. പിന്നെ അത് കൂടാതെ ഒരു പക്ഷേ നമ്മളിവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അവരും സർപ്രൈസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് കാണിക്കാൻ മേ ബി നേവൽ സൈഡിൽ എന്തെങ്കിലും ചെയ്യാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പം ഒന്നും നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് അവർക്കൊരു ഹെവി കാഷ്വാലിറ്റി ഒന്നും ഇൻഫ്ലിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഫസ്റ്റ് ലെവൽ ഓഫ് ഓപ്പറേഷൻസിൽ ഇന്ത്യയുടെ അപ്പർ ഹാൻഡ് ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇനിയുമുള്ള ആ അപ്പർ ഹാൻഡ്, അതായത് ഒരു മാക്സിമം അപ്പർ ഹാൻഡ് വന്നു കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് താഴോട്ടൊരു കാരണവശാലും പോകാൻ പറ്റില്ല. അപ്പം അവർ എങ്ങനെയെങ്കിലും ആ സമയത്ത് പിടിച്ചു നിൽക്കുക എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് മാത്രം വെച്ച് ഇപ്പോൾ അവർ വീണ്ടും അടുത്തൊരു ടെർമിനോളജി ഞാൻ പറഞ്ഞില്ലേ, വാട്ടർ ഡിപ്ലോമസി. ഈ വാട്ടർ ഡിപ്ലോമസി വെച്ച് എങ്ങനെയെങ്കിലും അതൊന്ന് റീഇൻസ്റ്റോൾ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പ്രശ്നം തീരും എന്ന് എന്താണെങ്കിലും ആ കണ്ടീഷനാണ് വെക്കാൻ പോകുന്ന വാട്ടർ ഡിപ്ലോമസിയിൽ. ഞങ്ങൾ സറണ്ടർ ചെയ്യാം, അറ്റാക്കിനില്ല, പക്ഷേ ഈ വാട്ടർ എഗ്രിമെൻ്റ് എല്ലാം റീഇൻസ്റ്റേറ്റ് ചെയ്യണം എന്നുള്ള ഒരു കണ്ടീഷൻസ് വെച്ച് അവർ മാറാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ വരുന്ന മണിക്കൂറുകളിൽ ഹെവി ആയിട്ട് ഷോർട്ട് ടേമിൽ ബോർഡറിൽ നമ്മൾ വളരെയധികം പ്രിപ്പയർ ആയിരിക്കണം. നോട്ട് ഓൺലി ബോർഡർ, അവരുടെ എയർഫോഴ്സ് അവർക്ക് നാണം കെട്ട് നിൽക്കുകയാണ്. ഈ നാണം കെട്ട് നിൽക്കുന്ന അവർക്ക് എന്തും വെറിപൂണ്ട് ചെയ്യാനുള്ള സാധ്യത. തീർച്ചയായും ഡോക്ടർ മോഹൻ പിള്ളൈ റിട്ടയർഡ് ബ്രിഗേഡിയർ ആണ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.